വേണ്ടി ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി താഴ്ത്തി കൊടുക്കുക. സ്തോത്രം. ഇനി ദൈവവചനത്തിൽ നിന്ന് വേഗത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഭൗതികമായ നമ്മുടെ വിഷയങ്ങൾ ഒത്തിരി പേർക്കുണ്ടല്ലോ, സാമ്പത്തികം, ജോലി വിഷയങ്ങൾ, ഇതിനെല്ലാം നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. പത്രോസിനെ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം എടുക്കാം. നമ്മൾ ഒരു 1000 തവണ അത് വായിച്ചിട്ടുണ്ട്. 5 കട്ടിയല്ലോ അല്ലേ? എടുത്തു വെച്ചാൽ മതി കേട്ടോ. എടുത്തോ? ഒരു 2 വാക്യം മാത്രം ഒന്ന് വായിച്ചേ. അവൻ ഗെന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളത് ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. ആമേൻ. മതി കേട്ടോ. നമ്മുടെ ചിന്ത അല്ലെങ്കിൽ ഒന്ന് ഓർപ്പിക്കുക, നിങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ ഒരു വിടുതൽ വേണമല്ലോ. സ്തോത്രം. എല്ലാവരും ധരിച്ചിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്നാ. വിടുതൽ കിട്ടുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും, പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. സ്തോത്രം. അത് പ്രാർത്ഥിക്കും, അങ്ങ് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് വ്യവസ്ഥ ബൈബിളിലുണ്ട്, അതിന് നിയമമുണ്ട്. ആ നിയമപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഇപ്പൊ ഈ ഭാഗത്തേക്ക് നമുക്ക് വരാം. എവിടെ നിങ്ങൾ വായിച്ച വാക്യം കണ്ടല്ലോ. ആമേൻ. സംശയമുള്ളവര് ഒന്നുകൂടെ വായിക്കണമെന്നില്ല, നിങ്ങൾ എടുത്ത് നിങ്ങൾ നരി നോക്കിയാൽ മതി കേട്ടോ. ഗലീല കടപ്പുറത്ത് 3 കൂട്ടം ആളുകളെ കാണാം. അതിൽ 1-ാമത്തെ കൂട്ടരെ കണ്ടോ? എന്താ? തിക്കും തിരക്കും ഉണ്ടാക്കുന്നു വചനത്തിന് വേണ്ടി. ഇന്ന് ആർക്കും വചനം വേണ്ട. ഒരു കൂട്ടായ്മയിൽ ഇന്ന് ആരും വചനം, പക്ഷെ അന്ന് അങ്ങനല്ല. അന്ന് വേണ്ടത് വചനമായിരുന്നു. വായിച്ച ശേഷം 1-ാമത്തെ വാക്യം. അവൻ ഗെന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് വചനം ഏറ്റെടുക്കാനും ജീവിക്കാനും ഒന്നും ആർക്കും ആഗ്രഹമില്ല. പ്രാർത്ഥിച്ച് എന്റെ കമ്പനി അനുഗ്രഹിക്കപ്പെട്ടോണം, എന്റെ കാര്യങ്ങളൊക്കെ നടന്നോണം. സ്തോത്രം. ഇവിടെ അതല്ല വിഷയം. ആമേൻ. ഇവിടെ വായിക്കുന്നത് വചനം കേൾക്കാൻ തിക്കുണ്ടാക്കി. 1-ാമത്തെ കൂട്ടർ വചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അത് പഠിക്കാൻ, കേൾക്കാൻ. നിങ്ങൾക്ക് അങ്ങനെ വചനത്തിൽ കേൾക്കാനും പഠിക്കാനും ആഗ്രഹമുണ്ടോ? ഇവിടെ സ്തോത്രം. ചിലർക്ക് പ്രവചനം ഇഷ്ടമാണ്. പ്രവാചകന്മാർ ഇവിടെ ഉണ്ടോ അന്വേഷിച്ചു പോവുക. അതിലൊരാളായിരുന്നു നമ്മുടെ മരിച്ചുപോയ യോസച്ചൻ. എന്നെ വിളിക്കും, പക്ഷെ വാ, ഫിലദൽഫിയിൽ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ്റെ ഇന്ന് എന്നാന്നറിയോ? ഇത് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കുമെന്നാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വചനം കേൾക്കാൻ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന കൂട്ടം, ഇവർക്ക് ആവശ്യം വചനം. അടുത്ത 2-ാമത്തെ കൂട്ടരെ നോക്കിക്കേ. 2-ാമത്തെ കൂട്ടര് തലേ ദിവസം രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. രാത്രി മുഴുവനും, ബ്രദറെ, ഓവർ ടൈമും കൂടെ. മനസ്സിലായോ? രാത്രിയല്ല, രാത്രി മുഴുവനും വെളുക്കുന്നവരെ ഓവർ ടൈമും കൂടെ ചെയ്തിട്ടും പരാജയപ്പെട്ട കൂട്ടർ. ഒന്നും അപ്പൊ ഒരു കാര്യം പഠിച്ചോണം, ഓവർ ടൈമും കൂടെ ചെയ്തിട്ടും അവര് പരാജയപ്പെട്ടേ. സ്തോത്രം. ഒന്നുമില്ല. സാമ്പത്തികമായി തകർന്ന് പരാജയപ്പെട്ട് പൊട്ടി പാളിഷായിരിക്കുന്ന പത്രോസും കൂട്ടരും. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത 3-ാമത്തെ കൂട്ടർ ആരാന്നറിയാമോ? അടുത്ത 3-ാമത്തെ കൂട്ടര് യേശു ശിഷ്യന്മാരുമാണ്. യേശുവിന്റെ ആൾക്കാരുമാണ്. ഇവർക്ക് എന്ത് വേണമെന്നറിയാമോ? യേശുവിന് വേണ്ടത് പ്രസംഗിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണം, ഒരു സ്റ്റേജ്. അതിന് യേശു ഇങ്ങനെ വട്ടം നോക്കുക. അവിടെ ഇതില്ല. പത്രോസിന് എന്ത് വേണം? തലേ ദിവസം മീൻ പിടിച്ചൊന്നും കിട്ടിയില്ല, എല്ലാം തകർന്നു പോയി. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന പുള്ളിക്ക് പൈസ വേണം. പത്രോസിന് പൈസ വേണം.
കരക്കിരിക്കുന്നവർക്ക് വചനം വേണം, യേശുവിന്റെ പ്ലാറ്റ്ഫോം വേണം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ഈ 3 കൂട്ടരും ഇങ്ങനെ നിൽക്കുകയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ചില ആവശ്യങ്ങളുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ഈ ആലോചന ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നടക്കും കേട്ടോ. ഉടനെ യേശു അങ്ങോട്ട് ചെന്നിട്ട് പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നിന്റെ ആ ബോട്ട് പടക് എനിക്കൊന്ന് തരാമോ? എന്തിനാ? പ്ലാറ്റ്ഫോം ഇല്ല, പ്രസംഗിക്കാൻ ഒരു സ്റ്റേജ് ഇല്ല, കടപ്പുറത്ത് നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല, കാരണം ആളിങ്ങനെ തിക്കുണ്ടാക്കുക. അപ്പൊ പുള്ളിക്ക് പ്രസംഗിക്കാൻ ഒരു സ്റ്റേജ് വേണം. പത്രോസിന്റെ പടക് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ തരാം. പത്രോസ് തന്റെ പടകും കൊടുത്തു. പത്രോസും കൂടെ യേശുവിനോട് കൂടെ നിന്നു. പത്രോസിന്റെ കൂടെ ഉള്ളവരും യേശുവിനോട് കൂടെ നിന്നു. സ്തോത്രം. യേശുവിനോട് കൂടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. ആമേ. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, ആമേ, ആ പടയിലിരുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 4-ാമത്തെ വാക്യം കണ്ടോ? വചനം സംസാരിച്ചു തീർന്നപ്പോൾ, കണ്ടോ? വചനം ഇതുവരെ ആ പടയിൽ വചന ശുശ്രൂഷ ആരാധനയൊക്കെ ആയിരുന്നു. ഈ നന്മ വരുന്ന വഴി ഇങ്ങനെയാ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കിടന്നുറങ്ങുമ്പോഴല്ല ഇതൊന്നും വരുന്നത്. 4 വഴിത്തോട്ട് നോക്കി, കിഴക്കോട്ടും തെക്കോട്ടും നോക്കി പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയല്ല. ഇവിടെ എങ്ങനെ വായിക്കുന്നത്? വചനം സംസാരിച്ച് തീർന്നപ്പോൾ പത്രോസിനോട് പറഞ്ഞ, ആഴത്തിലേക്ക് വലയിറക്കെ പെരുത്ത മീൻകുട്ടം കിട്ടി. അങ്ങനെ പത്രോസിന്റെ വിഷയം പരിഹരിച്ചു. ഒന്നും കിട്ടിയില്ല. ഇപ്പൊ പത്രോസിന് ഇഷ്ടം പോലെ മീനും കിട്ടി, മലയാളത്തിൽ പറഞ്ഞ കാശ് കിട്ടി. ആമേ. പിന്നെ യേശു എന്ത് ചെയ്തു? പ്രസംഗിക്കാൻ സ്റ്റേജ് കിട്ടി. സ്തോത്രം. കരക്കിരിക്കുന്നവർക്ക് എന്ത് കിട്ടി? വചനം. അപ്പൊ ഈ 3 കാര്യവും നടന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിനാണ് നടന്നത്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? എങ്ങനെയാണ് ഇത് 3ഉം നടന്നത്? ഇത് 3ഉം നടന്നത് പത്രോസ് തന്നെയും തന്റെ പടകിനെയും യേശുവിന് വിട്ടുകൊടുത്തു. ആ ഒറ്റ വിഷയത്തിൽ 3 കാര്യവും നടന്നു. പറ്റുമോ? ജീവിതത്തെയും നിങ്ങളെയും അച്ചാനെയും അച്ചാന്റെ ജീവിതത്തെയും യേശുവിന് വിട്ടുകൊടുക്കാവോ? വിട്ടുകൊടുക്കാമെങ്കിൽ നിന്റെ കാര്യത്തിൽ ഉറപ്പാണ്. ഇല്ലെങ്കിൽ പാസ്റ്റർക്ക് ഗ്യാരണ്ടി ഇല്ല. സ്തോത്രം. യേശുവിന് വേണ്ടി പത്രോസിന്റെ പടക് വിട്ടുകൊടുത്തു. പത്രോസും യേശുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഈ 3 വിഷയവും ഒറ്റയടിക്ക് നടന്നു. എങ്ങനെ? പത്രോസ് സമർപ്പിച്ചപ്പോൾ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇനിയുള്ള കാലം മൊത്തം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് ജീവിച്ചോളാമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി എഴുന്നേറ്റ് സമർപ്പിക്കാവോ? എന്റെ വിഷയത്തിന് വിടുതലാ. പത്രോസ് യേശുവിന്റെ കയ്യിലേക്ക് തന്നെയും പടകും കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയത്തിനും വിടുതലായില്ലേ? പത്രോസിന് മീൻ കിട്ടിയില്ലേ? യേശുവിന് സ്റ്റേജ് കിട്ടിയില്ലേ? കരക്കിരുത്തവർക്ക് വചനം കിട്ടിയില്ലേ? ഈ ഒറ്റ വിഷയത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നിന്ന് ഇനിയുള്ള കാലം മുഴുവനും കർത്താവേ, നിനക്ക് വേണ്ടി എന്നെ ഇതാ സമർപ്പിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന് പൂർണ്ണമായി വിട്ടുകൊടുക്കാമെങ്കിൽ എല്ലാ വിഷയവും അതോടുകൂടെ പരിഹരിക്കും. ഇല്ല, വാർത്തയിലേക്ക് വന്നിട്ട് നമുക്ക് എഴുന്നേറ്റ് സമർപ്പിക്കാനും വിട്ടുകൊടുക്കാനും കഴിയാതെ നോക്കിയിരുന്ന് കൈയടിച്ചു പോകാനാ പ്ലാനെങ്കിൽ നാളെ കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. കേട്ടാ, ആ സഭയിൽ പോയിട്ടും എനിക്ക് വിടുതൽ കിട്ടിയില്ല എന്നൊന്നും ഇവിടെ വന്ന് പറഞ്ഞേക്കരുതെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇങ്ങനെയാണ് പത്രോസ് അവർക്ക് പിന്നെയും കിട്ടിയത്. എങ്ങനെയാ? ഇയാള് പടകും കൊടുത്തു, തന്നെയും കൊടുത്തു. യേശു ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? കൊടുത്തു. പടകങ്ങ് വിട്ടുകൊടുത്തു. താനും വാക്കൂടെ സമർപ്പിച്ചു. തൻ്റെ കൂടെയുള്ള ഒരു വാക്കൂടെ എന്ത് ചെയ്തു? യേശുവിന് വേണ്ടി നിന്നു. അങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് തന്നെയും തൻ്റെ കൂടെ ഉള്ളവരെയും തൻ്റെ ബോട്ടും വിട്ടുകൊടുത്ത് സമർപ്പിച്ചപ്പോൾ കരയ്ക്ക് നിന്നവരുടെ വിഷയത്തിലും വിടുതൽ വന്നു. പിന്നെ പത്രോസിന്റെ വിഷയത്തിലും വിടുതൽ വന്നു. യേശുവിന് പ്ലാറ്റ്ഫോമും കിട്ടി. ഹല്ലേലൂയ പറഞ്ഞേ. സമർപ്പിക്കാവോ ഇനിയുള്ള കാലം? സ്തോത്രം. കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി 2-ാമത്തേലോട്ട് പോകാം. ഒന്നുകൂടെ ആ 5-ാം അധ്യായത്തിന്റെ
1-2 വാക്യം വായിച്ചേ. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് വന്ന് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഇവിടെ 2 കാര്യം ഞാൻ തിരിക്കുക. മുമ്പേ നമ്മൾ മൂന്നായിട്ട് തിരിച്ചല്ലേ? മീൻ കിട്ടാത്തവര്, പിന്നെ യേശുവിന് സ്റ്റേജ് വേണം, പത്രോസിന് മീൻ വേണം, കരക്കിരിക്കുന്നവർക്ക് വചനം വേണം. ആ 3 വിഷയത്തിനും ഒറ്റയടിക്ക് പരിഹാരം വന്നു. പത്രോസ് പടകും വിട്ടുകൊടുത്ത് തന്നെ സമർപ്പിച്ചപ്പോൾ കരക്കിരിക്കുന്നവർക്ക് വചനവും കിട്ടി, പത്രോസിന് മീനും കിട്ടി, യേശുവിന് സ്റ്റേജും കിട്ടി. ഹല്ലേലൂയ പറഞ്ഞേ. ഒറ്റ സമർപ്പണത്തിലെല്ലാം. ഇപ്പോഴത്തെ നമ്മുടെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ, കരയ്ക്ക് വചനം കേൾക്കാൻ ആൾക്കാരെ തിക്കുണ്ടാക്കും. വചനത്തിന് വേണ്ടി തിക്കുണ്ടാക്കുന്ന ഒരു കൂട്ടർ. രണ്ടാമത് നമ്മൾ കാണുന്നത്, പത്രോസ് തലേ ദിവസം രാത്രിയിൽ മീൻ പിടിച്ചിട്ടൊന്നും കിട്ടാതെ വളരെ നിരാശനായിരിക്കുന്ന പത്രോസ്, എന്ന് പറഞ്ഞാൽ സാമ്പത്തികം എല്ലാം തകർന്ന് ബിസിനസ്സും പൊളിഞ്ഞിരിക്കുന്ന പത്രോസ്. കരയ്ക്ക് വചനം കേൾക്കാനിരിക്കുന്ന ജനം, പിന്നെ സാമ്പത്തികത്തിൽ പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്ന പത്രോസ്. ഓക്കെ, നോക്കിക്കേ, ഇതിലേതാണ് കർത്താവ് ആദ്യം പ്രവർത്തിച്ചത്? സ്തോത്രം. ഏതാ? ആദ്യ പത്രോസിന്റെ പടകിൽ ഇരുന്നിട്ട് കർത്താവ് കരക്കിരുന്നവരോട് എന്ത് ചെയ്തു? വചനം പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലെ? 4-ാമത്തെ വാക്യം വായിച്ചേ. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി. സംസാരിച്ചു തീർന്നപ്പോൾ, കണ്ടോ? അപ്പോൾ ആദ്യമേ കർത്താവ് എന്ത് ചെയ്യായിരുന്നു? കരക്കിരുന്നവരോട് വചനം സംസാരിക്കുകയായിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോ കർത്താവ് രണ്ടാമത് പറഞ്ഞു, മീൻപിടുത്തത്തിന് ഇത് പറ്റുമോ നിങ്ങൾക്ക്? വചനം കേട്ടാ പോരാ, ഇത് പറ്റുമോ ഇല്ലയോ? സമർപ്പിക്കാൻ പറ്റുമോ ഇന്ന് രാത്രി? ആമേ. 1, ആത്മീകത്തിന് പ്രാധാന്യം കൊടുത്തു. രണ്ടാമത് മീൻപിടുത്തം. സ്തോത്രം പറഞ്ഞേ. ആദ്യമേ കരക്കിരുന്നവരോട് എന്ത് ചെയ്തു? ഇതെന്താ ഇന്ന്? ആത്മീയത്തിന് പ്രാധാന്യം ഒന്നുമില്ല, ആദ്യമേ ഭൗതികത്തിന് പ്രാധാന്യം. എന്റെ ജോലി വിഷയം പ്രാർത്ഥനയെ പരിഹരിച്ചോണം. എന്റെ ജോലി കാര്യമല്ല, എന്റെ ജീവിതത്തിലെ വിടുതൽ എനിക്ക് കിട്ടണം, രോഗശാന്തി വേണം. ആത്മീയ കാര്യങ്ങളല്ല. നേരെ മറിച്ച് യേശു അങ്ങനെയല്ല. യേശു ആദ്യമേ കരക്കിരിക്കുന്നവരോട് സംസാരിക്കുകയാണ് ചെയ്തത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, അവർക്ക് വേണ്ടി വചനം പറയുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് മീൻപിടുത്തം. അതിനുശേഷമാ പറഞ്ഞത്, നീ ആഴത്തിലേക്ക് വലയിറക്ക്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആദ്യമേ നീ ആത്മീയ കാര്യത്തിന് വേണ്ടി സമർപ്പിക്കാവോ? അത് ചെയ്യാൻ തീരുമാനിക്കാവോ? അതിനുവേണ്ടി നിന്നെ വിട്ടുകൊടുക്കാവോ? അത് കഴിഞ്ഞിട്ടാണ് ഭൗതികം. ഹല്ലേലൂയ പറഞ്ഞ്. ഇന്ന് നേരെ തിരിച്ചാണ്. എല്ലാവർക്കും ആദ്യം വേണ്ടത് അവനവന്റെ കാര്യങ്ങൾക്ക് ദൈവം ഇഞ്ഞു കൊടുത്തോണം. സ്തോത്രം പറഞ്ഞ്. കർത്താവിനെ നമ്മളിങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൂലിക്ക് നിർത്തിയ ആളെ പോലെ ഇങ്ങോട്ട് തന്നു. ഈ ബഹ്റിന്റെ പ്രദേശത്ത് എനിക്ക് ജോലി തന്നു, എന്നെ വഴി തുറന്നു. തരത്തിലെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവവൈദ്യത്തിലെ ആദ്യം അതല്ല. കർത്താവ് ആദ്യം ആ പടയിലിരുന്ന് കരക്കിരിക്കുന്നവർക്ക് വചനം കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടി. അങ്ങനെയല്ലേ വായിക്കണേ? 4-ാമത്തെ വാക്യം അങ്ങനെയല്ലേ നിങ്ങൾ വായിച്ചത്? സംസാരിച്ചു തീർന്നപ്പോഴല്ലേ യേശു പറഞ്ഞ ആഴത്തിലേക്ക്? അതുവരെ പറഞ്ഞോ? അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മീകമായി ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? സ്തോത്രം. എന്നാൽ അതിന്റെ പുറകെ ഭൗതിക വഴി ദൈവം തുറക്കും. അതിന്റെ പുറകെ തുറക്കും. സംസാരിച്ച് തീർന്നു കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഇനി നീ ഒരു കാര്യം ചെയ്തോ, ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. ആഴത്തിലേക്ക് വലയിറക്കിയിട്ട് ഇഷ്ടം പോലെ പൈസ കൊടുത്തു. സ്തോത്രം പറഞ്ഞു. ഇഷ്ടം പോലെ നന്മ കൊടുത്തു. എപ്പോഴാ കൊടുത്തത്? ആദ്യമേ കൊടുത്തില്ല. ആദ്യമേ ആത്മീകമായിരുന്നു. കരക്കിരിക്കുന്നവർക്ക് വേണ്ടി യേശു ആ പടകിൽ ഇരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി പ്രസംഗവും പ്രാർത്ഥനയും ആരാധനയും എല്ലാം നടത്തിയതിന് ശേഷം പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കെ. അതുകൊണ്ട് ആദ്യം എന്റെ കുഞ്ഞെ അഭിഷേകം പ്രാപിച്ച് നീ ആരാധിക്ക്. ആദ്യം നീ ഉപവാസവും പ്രാർത്ഥന എടുക്ക്. ആദ്യം നീ ചില ദിവസങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്ക്.
അതിനുശേഷം ഭൗതികത്തിന് നീ ആവശ്യപ്പെട്, നിന്റെ പടക് മുങ്ങുമാറാകുമ്പോഴും കർത്താവ് നിറയ്ക്കും. സ്തോത്രം വരുന്നേ. നമ്മുടെ പടക് മുങ്ങുമാറാകുമ്പോഴും കർത്താവ് നിറയ്ക്കും. പത്രോസിന്റെ പടക് മുങ്ങി പോകത്തക്ക നിലയിൽ മീൻ നിറച്ചു കൊടുത്തു. അത് ആദ്യമായിരുന്നില്ല, രണ്ടാമതായിരുന്നു. ഒരല്ലേലൂയ പറഞ്ഞേ. ആദ്യമായിട്ട് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുവോ? ആദ്യമേ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുവോ? ഇന്ന് വരെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. എന്റെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അത് എനിക്കൊന്ന് തരണമേന്ന് പോലും ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്. ഓ, ആരാധനയ്ക്ക് വന്നിരുന്ന് പോയി ഭാഷ നിർബന്ധിക്കുന്നുണ്ടോന്ന് കയ്യ അടിക്കും. ഇല്ലെങ്കിൽ അതും ഇല്ല. സ്വത്രം ഇല്ലെങ്കിൽ അതും. ആത്മീയ കാര്യത്തിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. സ്തോത്രം. കണ്ടോ, ഇപ്പൊ ഞാൻ എത്ര കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഗലീല കടപ്പുറത്ത് ആദ്യത്തെ 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞില്ല. ഏതൊക്കെ ആദ്യത്തെ 3 കൂട്ടരെ? വചനം കേൾക്കാൻ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കൂട്ടർ കരയിൽ, രണ്ടാമത്തെ കൂട്ടര് പത്രോസും കൂട്ടരും ഒന്നും കിട്ടാതെ പരാജയപ്പെട്ടവർ, മൂന്നാമത് യേശുവിന് പ്രസംഗിക്കാൻ സ്റ്റേജ് വേണം, പത്രോസിന് പൈസ അല്ലെങ്കിൽ മീൻ വേണം, പിന്നെ കരക്കിരിക്കുന്നവർക്ക് വചനം വേണം. ഈ 3 കാര്യവും എങ്ങനെയാ നടന്നത്? പത്രോസിന്റെ പടക് വിട്ടുകൊടുത്തു, പത്രോസ് സമർപ്പിച്ചു. ആ സമർപ്പണത്തോടെ 3 വിഷയവും നടന്നു. പറ്റുമോ? നിന്റെ ജീവിതത്തെയും നിന്നെയും നിന്റെ ഭവനത്തെയും യേശുവിന് വിട്ടുകൊടുത്ത് സമർപ്പിക്കാമെങ്കിൽ ആ സമർപ്പണത്തോടെ എല്ലാ കാര്യവും നടക്കും. ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഇല്ലെങ്കിൽ എന്തില്ല? പത്രോസ് ആ പടക് വിട്ടുകൊടുത്ത്, തന്നെ വിട്ടുകൊടുത്ത്, കൂടെയുള്ളവരെയും വിട്ടുകൊടുത്ത് പത്രോസ് യേശുവിന് വേണ്ടി സമർപ്പിച്ചിറങ്ങിയപ്പോൾ ഈ 3 വിഷയവും യേശുവിന് നടത്താൻ കഴിഞ്ഞു. പത്രോസിന്റെ വിഷയവും നടന്നു, യേശുവിന്റെ വിഷയവും നടന്നു, കരക്കിരിക്കുന്നവരുടെ വിഷയവും നടന്നു. മതി. ഇനി നമുക്ക് അധികം ആയുസൊന്നുമില്ല. 10, 40, 50 ഒക്കെ ആയവരും അത് കൂടുതലായവരും ഒക്കെ ഉണ്ട്. ഇനി എന്നാ കാലമുണ്ട്? ആ ഉള്ള കാലം കർത്താവിന് അങ്ങ് സമർപ്പിതേ. ഇനിയെങ്കിലും കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകാനും ദൈവത്തിന് വേണ്ടി നിൽക്കാനും ശക്തമായി സമർപ്പിച്ചാട്ടെ. സ്തോത്രം. പൗലോസ് പറഞ്ഞത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഇങ്ങനെയാ. 15-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. കൊരിന്ത്യ ലേഖനത്തിലെ പൗലോസ് പറയുകയാണ്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഞാനത് വിടുക, സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ഞാനത് വിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൈവത്തിന്റെ ദാനമാണ് ഭൂമിയും ജീവിതവും എല്ലാം. ദൈവത്തിന്റെ ദാനമാണ്. സമയമില്ലല്ലേ ഇപ്പൊ ഞാൻ അതിന്റെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. സമയമില്ല, അങ്ങോട്ട് പോകാൻ സമയമില്ല. അത് മാത്രമല്ല, ഇന്നത്തെ ചിന്തയിലോട്ട് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ചില വചനം കൂടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, അത് നടക്കാൻ, അതെങ്ങനെ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാ നടക്കുന്നത്? ഭൗതികം. മീൻ എപ്പോഴാ കിട്ടിയത്? ആത്മീക കഴിഞ്ഞപ്പോഴാണ് മീൻ കൊടുത്തത് പത്രോസ്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ആത്മീക തീരുമാനമെടുത്ത് ആദ്യമായി ആത്മീയ ആരാധനയും പ്രാർത്ഥനയും അഭിഷേകവും ഉപവാസവും ഇതൊക്കെ കഴിഞ്ഞു ഭൗതികം പറ കർത്താവ് തരും. അല്ലാതെ ആദ്യമേ മീൻപിടുത്തം അല്ല കർത്താവ് ചെയ്തത്. സ്തോത്രം. കർത്താവ് മീൻ കൊടുത്തു, ഇഷ്ടംപോലെ കൊടുത്തു, പടകം മുങ്ങുമാറാവോളം കൊടുത്തു. പക്ഷെ ആദ്യം കൊടുത്തില്ല. ആദ്യം എന്തിനാ പ്രാധാന്യം കൊടുത്തത്? വചനം. വചനം. കരയ്ക്ക് നിൽക്കുന്നവർക്ക് വചനവും ശുശ്രൂഷയും. അതുകൊണ്ട് ഭൗതിക നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട. ആത്മീയത്തെ മുൻപോട്ട് നടത്തിയാൽ മതി, ഭൗതികം പുറകെ വന്നോളൂ. കണ്ടോ? ആദ്യം വചന ശുശ്രൂഷ കഴിഞ്ഞപ്പം പറയാതെ തന്നെ യേശു പറഞ്ഞില്ല, ഇനി ആഴത്തിലേക്ക് വല. പത്രോസ് ചോദിച്ചായിരുന്നോ? ഇന്നലെ രാത്രി മുഴുവനും ഞാൻ മല ഇറക്കിയിട്ട് ഒന്നും കിട്ടിയില്ല, കർത്താവേ എനിക്ക് എന്തേലും തരണമെന്ന് ചോദിച്ചോ? ചോദിക്കാതെ തന്നെ യേശു പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. വലയിറക്കി പെരുത്ത മീൻകൂട്ടൻ രണ്ടാമത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആത്മീകമായി ഒരു പുതിയ തീരുമാനമെടുത്ത് കഴിഞ്ഞ നാളിലേക്കാൾ കുറെ കൂടെ ശക്തമായി ആരാധിക്കാനും ഉപസിക്കുവാനും ദൈവത്തോട് അടുക്കുവാനും ആത്മാഭിഷേകം പ്രാപിക്കാനും ഒക്കെ തീരുമാനിക്കാമെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പറയുന്നു, നിന്റെ
ചില ഭൗതിക വിഷയത്തിൽ ദൈവം ഇടപെടും. ആമേൻ. ദൈവം ഹല്ലേലൂയ. മോശയെ കുറിച്ച് പറഞ്ഞത് മറന്നുപോയി. പണ്ട് ഞാൻ നേരത്തെ ഒരു മെസ്സേജ് പറഞ്ഞായിരുന്നു, ഓർമ്മയില്ലല്ലേ? മോശ ആരായിരുന്നു? പുറപ്പാട് പുസ്തകത്തിലെ മോശ ആരായിരുന്നു? 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പുറപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശത്ത് പരദേശി ആയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് അവന് ഗർശോം എന്ന് പേരിട്ടു. മോശ ആരായിരുന്നു? കേട്ടല്ലോ, ഒരു പരദേശി. ഒരു പരദേശി. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരദേശി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തമായി സ്ഥലമില്ലാത്തവൻ, വീടില്ലാത്തവൻ, നല്ലൊരു ജോലി ഇല്ലാത്തവൻ. എങ്ങാണ്ടെന്ന് വന്ന് ഒരു പരദേശിയെ താമസിക്കുക. പുള്ളിക്ക് ജോലിയില്ല, വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. എപ്പോഴാ? ഒന്നുകൂടെ വായിച്ച വാക്യം, സമയം കൂടെ കേട്ടോ. അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശത്ത് ഒരു കുഞ്ഞിനെ ഉണ്ടായപ്പോ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ പപ്പ പരദേശിയാടാ, ഇവിടെ ഒരു സെന്റ് സ്ഥലം പോലും എനിക്കില്ലടാ, എനിക്ക് വീടില്ല, ഒന്നുമില്ല, ഞാൻ പരദേശിയാ. സ്തോത്രം. വയസ്സ് 80, വിദ്യാഭ്യാസം സകല ഡിഗ്രിയും. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് മിസ്രൈമിലെ സകല ജ്ഞാനവും. ഇനി പുള്ളി പഠിക്കാത്ത എഞ്ചിനീയർ ഇല്ല, ഫിലോസഫി ഇല്ല, തത്വശാസ്ത്രമില്ല, ഒന്നുമില്ല. ഇത്രയും പഠിത്തം ഉണ്ടായിട്ടും ഇന്നും പരദേശിയാ. സ്വത്രം വെറുതെ. ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു വീട് വെക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ താമസിക്കുന്നത് അമ്മായിയപ്പന്റെ ചാർത്തിലാ. അമ്മായിയപ്പന്റെ ചാർത്തിലാ. എന്നാ ഡിഗ്രിയാ നോക്കിക്കേ. സ്വത്രം പറഞ്ഞു. എന്നാ പഠിത്തമുള്ളവനാ, എന്തോ കഴിവുള്ളവനാ, വാക്ക് സാമർഥ്യമുള്ളവനെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എല്ലാം തികഞ്ഞവൻ, ഇന്നും പരദേശി. ചിലരെ കണ്ടിട്ടില്ലേ, ഇഷ്ടം പോലെ പഠിത്തമുണ്ട്, പക്ഷെ ഇന്നും ഇവിടെയാ 10 പൈസയുടെ വരുമാനമില്ലാത്ത വ്യക്തി. ഒരു സ്ഥലവും ഇല്ല, ഒന്നുമില്ല, നന്മയില്ല, ഒന്നുമില്ല, ബാങ്കുമില്ല, അക്കൗണ്ടും ഇല്ല. പുള്ളി ഇപ്പോഴും പറഞ്ഞ ഞാൻ പരദേശിയാ. കൊച്ചിനെ എടുത്തിട്ട് കൈ പിടിച്ചേക്കാം, മോനെ പപ്പായ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല കേട്ടോ, ബുക്കില്ല, നമുക്ക് എന്തില്ല, സ്ഥലമില്ല, നമുക്ക് വീടില്ല. ഞാൻ എവിടെയാ താമസിക്കുന്നത്? അമ്മായിയപ്പന്റെ ചാർത്തി. അനുഗ്രഹം വേണോ? ഇത് കേട്ട് പഠിച്ചു. അനുഗ്രഹം കിട്ടുന്ന വഴി ഞാൻ പറയാ. സ്തോത്രം പറഞ്ഞേ. ആ പുള്ളി, വെറും പരദേശിയായ പുള്ളി, പർവ്വതം കയറിച്ച് താഴെ ഇറങ്ങിയപ്പോഴോ, 3-ാമത്തെ അധ്യായത്തിൽ പുറപ്പാട് പുസ്തകത്തിലെ ദൈവത്തിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇദ്ദേഹം എവിടെ ചെന്നു? പർവ്വതത്തിന്റെ മോളിൽ കയറി. പർവ്വതത്തിന്റെ മോളിൽ കയറിയിട്ട് താഴെ ഇറങ്ങി വന്നപ്പോൾ 30 ലക്ഷം പേരുടെ നേതാവായി. പരദേശിയായിരുന്ന മനുഷ്യൻ 30 ലക്ഷം പേർക്ക് മന്ന കൊടുക്കത്തക്ക നിലയിൽ അദ്ദേഹം പ്രാപ്തനായി. 30 ലക്ഷം പേർക്ക് അദ്ദേഹം വെള്ളം കൊടുക്കുന്നു, മന്ന കൊടുക്കുന്നു, ഡെയിലി ആഹാരം കൊടുക്കുന്നു, അവർക്ക് വസ്ത്രം, അവർക്ക് ചെരുപ്പ്, അവർക്ക് പാർപ്പിടം. അവരെ 40 വർഷത്തോളം അവരുടെ മുഴുവൻ കാര്യം നോക്കി അവരെ നടത്തുന്നു. വെറും പരദേശി, 1 സെന്റ് സ്ഥലമില്ലാതെ കുഞ്ഞുണ്ടായപ്പോ അതിനെ പൊക്കി പിടിച്ച് സങ്കടം പറഞ്ഞവൻ, പരാതി പറഞ്ഞവൻ ഇന്നാരായി? അവൻ കൈ നീട്ടിയ ചെങ്കടല് മാറും. സ്തോത്രം പറഞ്ഞേ. അവൻ കൈ പൊക്കിയാൽ സ്വർഗത്തിൽ നിന്ന് മന്ന താഴെ വീഴും. ഇതെങ്ങനെ ഉണ്ടായി? പർവ്വതം കയറി. പർവ്വതം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആത്മീയ ഉയരങ്ങളിലേക്ക് കയറി. നമ്മൾ ഇന്നും ആത്മീക കുഴി കിടക്കുക. ആരാധനക്ക് ഒരു ഉയർച്ചയും വന്നിട്ടില്ല. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല. ആത്മീയ നിറവിൽ ഒരു ഉയർച്ചയില്ല. നമ്മൾ ഈ കുഴി കിടക്കുന്ന അത്രയും കാലം കുഞ്ഞെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ പ്രതീക്ഷിക്കണ്ട. ഹല്ലേലൂയ പറഞ്ഞേ. കുഴി കിടക്കുന്ന മോശയ്ക്ക് പറയാനുള്ളത് ഞാൻ പരദേശി എന്നാണ്. എന്നാൽ മോളിൽ കയറിയ മോശ അങ്ങനല്ല പറയുന്നത്. മോശ 25 ലക്ഷം പേർക്ക് കൈനീട്ടി അവരുടെ മന്ന വരിക. സ്വത്രം. എന്താ കാര്യം? മോളിലോട്ട് കയറി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, പ്രാർത്ഥനയുടെ മോളിലോട്ട് ഒത്തിരി വരാനുണ്ട്. വചനത്തിന്റെ ഉയരങ്ങളിലേക്ക് ഒത്തിരി വരാനുണ്ട്. ബൈബിള് വായിക്കത്തില്ലല്ലോ, പിന്നങ്ങനാന്ന് പറ. സ്തോത്രം.
പരിശുദ്ധാത്മാവിൽ ശരിക്കും 1 മണിക്കൂർ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് ഇന്ന് രാത്രിയില് ആത്മീക ഉയരങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ഇങ്ങോട്ട് വന്ന പോലെ ആയിരിക്കത്തില്ല ഇറങ്ങിപ്പോകുമ്പോൾ. അങ്ങനെയാണോ? പർവ്വതത്തിലേക്ക് കയറിയ പോലാണോ താഴേക്ക് വന്നത്? പർവ്വതത്തിലേക്ക് കയറിയപ്പോ എന്താ പറഞ്ഞത്? 2-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യം കണ്ടോ? ഞാൻ വെറും പരദേശിയാണെന്നാ പറഞ്ഞ്. താഴോട്ട് ഇറങ്ങി വരുന്ന മോശ പരദേശിയാണോ? ആണോ? നിങ്ങൾ പറഞ്ഞാട്ടെ. 22 ലക്ഷം പേരുടെ നായകൻ, നേതാവ്. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചെങ്കടൽ മാറ്റാൻ പ്രാപ്തൻ, യുദ്ധവീരൻ, സമർത്ഥൻ. എന്താ കാര്യം? മുകളിലോട്ട്. അതുകൊണ്ട് ആരാധനയുടെ ഉയരങ്ങളിൽ എത്തണം, പ്രാർത്ഥനയുടെ ഉയരങ്ങളിൽ, ആത്മനിറവിന്റെ ഉയരങ്ങളിൽ. ഇതിങ്ങനെ കുഴി കിടന്നുകൊണ്ട് എന്നെ കുറ്റം പറയരുത്, ഈ സഭയൊന്നും കുറ്റം പറയല്ലേ. സ്തോത്രം. ഞങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ എനിക്ക് വിടുതൽ കിട്ടിയില്ല, എന്തിനിങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനിങ്ങനെ ആരാധിക്കണം? എൻ്റെ ചോദ്യം അതാ, എന്തിനിങ്ങനെ ആരാധിക്കണം? എന്തിനിങ്ങനെ? എന്റെ ചോദ്യം അതാ, എന്തിനെങ്ങനെ ആരാധിക്കണം? ആരാധിച്ചാൽ അതിൻ്റെതായ മാറ്റം നമുക്ക് കിട്ടണ്ടേ? കിട്ടണമെങ്കിൽ ഇതുപോലെ വേണം, പൊക്കത്തോട്ട് കയറണം. ദൈവത്തിന്റെ പർവ്വതത്തിന്റെ മുകളിൽ അദ്ദേഹം കയറുന്നത് വരെ അദ്ദേഹം വെറും പരദേശിയായിരുന്നു. അദ്ദേഹത്തിന് ഒന്നുമില്ലാത്തവനായിരുന്നു. 80 വർഷം ഭയങ്കര വിദ്യാഭ്യാസം, ഒന്നും നേടിയില്ല അദ്ദേഹം. സങ്കടം മാത്രമേ ഉള്ളൂ. പർവ്വതത്തിന്റെ മുകളിൽ കയറി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോശ പിന്നെ 5 പ്രാവശ്യം പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഓരോ പ്രാവശ്യം കയറിയച്ച് താഴെ വരുമ്പോഴും, കൊരിന്ത്യ ലേഖനം വായിച്ചിട്ടുണ്ടോ? 1-2 അധ്യായം. വിശ്വാസികൾ വിളിച്ചു പറഞ്ഞു, മോശേ നിന്റെ മുഖത്തോട്ട് തുണി ഇടണം, ഞങ്ങൾക്ക് നോക്കാൻ. കാരണം അതുപോലെ ദൈവത്തിന്റെ തേജസ് കത്തുക. ഈ പർവ്വതം കയറിച്ച് താഴെ ഇറങ്ങി വരുമ്പോ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുഖമെല്ലാം തിളങ്ങുകയാണ് തേജസ്സില്. നമ്മുടെ മുഖത്തോ ആയിക്കോട്ടെ മുഖത്താകുക, നമ്മുടെ മുഖം എന്ത്? എന്താ കാര്യം? ആത്മീക ഉയരങ്ങളിൽ എത്തുന്ന ഒരു ദൈവ പൈതൽ, സ്തോത്രം, അവന്റെ ഭൗതിക വിഷയത്തിന് 100% വിടുതല. കണ്ടോ? അപ്പൊ ഉയരങ്ങളിൽ എത്തണ്ടേ? തീരുമാനിച്ചോ? ഇന്ന് തൊട്ട് എന്റെ പ്രാർത്ഥന കുറെക്കൂടെ ഒരു ദിവസം നമുക്ക് ഒരാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി ഈ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാത്തവരില്ല, അതൊന്ന് പ്രാപിക്കണം കേട്ടോ. അത് പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ കെട്ടുപോവുകയാണ്, ബന്ധനങ്ങളെ അഴിയില്ല. അതിന്റെ കാര്യം ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം? എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ദൈവം മനുഷ്യരോട് ഇടപെടുന്നത് 3 രീതികളില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ഇനി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത് കേട്ടോ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ പറഞ്ഞത്, ഒന്ന്, പിതാവായ ദൈവമായി ദൈവം നമ്മളോട് ഇടപെട്ടു. അത് പഴയ നിയമത്തിലാണ്. ആ ദൈവത്തിന് ഒരു പരിമിതിയുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതിര് എവിടെയാ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും അവിടെ വരത്തുള്ളൂ. അവിടെ മുറുക്കുന്നവരും എടുക്കുന്നവരും തികട്ട് വലിക്കുന്നവരും ചീത്ത വിളിക്കുന്നവരും ഒന്നും ആരാധിക്കുന്നവർക്ക് ഈ പുള്ളി വരത്തില്ല. നേരത്തെ പുള്ളി പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെല്ലാം കുശുമ്പും ഒക്കെ വെച്ചോണ്ട് വാശിയും വൈരാഗ്യം ഒക്കെ വിട്ട് കളയാതെ വന്ന് ആരാധിക്കുന്നിടത്തൊന്നും ഈ കർത്താവ് ഇറങ്ങി വരത്തില്ല. പുള്ളി നേരത്തെ പറഞ്ഞു, ഞാൻ വരത്തില്ല. സ്തോത്രം. ഞാൻ വരണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിയുള്ളോടത്ത്. അതുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മുടെ നടുവിൽ വരാൻ പറ്റിയില്ല. എവിടെയാ പുള്ളി വരുന്നത്? പുള്ളി നമ്മുടെ നടുവിൽ വരത്തില്ല. പർവ്വതത്തിന്റെ മുകളിൽ വരുന്നതിന് മുമ്പേ പ്രവാചകരോട് പറയും, അവരോട് ഇങ്ങോട്ട് അടുക്കരുതെന്ന്. ഇങ്ങോട്ടടുത്ത് 19 അധ്യായം വായിച്ചിട്ടുണ്ട് പുറപ്പാട്. ആരെങ്കിലും ഇങ്ങോട്ട് അടുത്ത് വന്നാൽ നിങ്ങൾ മരിക്കും. കാര്യം എന്നാ? വിശുദ്ധിയിലോട്ട് അശുദ്ധം ചെല്ലാൻ പാടില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് നമ്മളോട് പൂർണ്ണമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കർത്താവ് തീരുമാനിച്ചു, എനിക്ക് ജനങ്ങളെ സ്നേഹിക്കണം, എൻ്റെ സ്നേഹം വെളിപ്പെടുത്തണം, എനിക്ക് അവരോട് ഇടപെടണം. അതിനെ ആ പിതാവായ വെളിപ്പാട് മാറ്റി വെച്ചിട്ട് യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടു. സ്തോത്രം. അപ്പോൾ കർത്താവിന് നമ്മുടെ അടുക്ക വരാൻ പറ്റി. സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ?
യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടപ്പോൾ വെളിപ്പാടിന്റെ വ്യത്യാസം. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടപ്പോൾ കർത്താവ് വിശുദ്ധി ചോദിച്ചില്ല, വിശുദ്ധി ഇങ്ങോട്ട് തന്നു. നമുക്ക് ഇങ്ങോട്ട് വിശുദ്ധി, കർത്താവിന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് വിശുദ്ധി ഇങ്ങോട്ട് തന്നു. പക്ഷെ പിതാവായി വെളിപ്പെട്ടപ്പോൾ വിശുദ്ധി അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ വിശുദ്ധരാകുന്നിടത്ത് മാത്രമേ പുള്ളി. അപ്പൊ ക്രിസ്തുവ് വെളിപ്പെട്ടപ്പോൾ, അതൊരു കൊരിന്ത്യ ലേഖനം വായിച്ചിട്ടുണ്ടോ? 1-ാം അധ്യായത്തില് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ, നമ്മളെ വിശുദ്ധിയിലേക്ക് വിളിച്ചു. പഴയ നിയമത്തിൽ വിശുദ്ധിയിലേക്കല്ല നമ്മളെ വിളിച്ചത്. നമ്മളെ എന്ത് ചെയ്യണം? നമ്മൾ തന്നെത്താൻ വിശുദ്ധരാകണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞത്? എന്താ ഷീബ പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ളത് എന്തുകൊണ്ടാണെന്നായി പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ആ രണ്ടാമത്തെ വെളിപ്പാടിന് ഒരു പരിമിതിയുണ്ട്. കർത്താവിന്റെ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടു. ആ വെളിപ്പെട്ടപ്പോൾ കർത്താവിന് ഒരു ശരീരമുണ്ടായിരുന്നു. ആ ശരീരമുള്ളത് കൊണ്ട് പുള്ളിക്ക് മലയാളത്തിൽ പറഞ്ഞ ചെന്നൈയിലും നിങ്ങളുടെ മാർത്താണ്ഡത്തും ഒന്നും വരാൻ പുള്ളിക്ക് പറ്റിയില്ല. കേരളത്തിലും പുള്ളി വന്നില്ല. പത്തനംതിട്ടയിലും യെരുശലേമിൽ മാത്രമേ ആ പുള്ളിക്ക് വരാൻ പറ്റൂ. അതുകൊണ്ട് ആ ശരീരം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പൊ ദൈവം വെളിപ്പെട്ടിരിക്കുന്നത് ആത്മാവിലാണ്. എന്തിനാന്നറിയാമോ? എല്ലായിടത്തും ഒരേ സമയത്ത് ഇറങ്ങാൻ. സ്വത്രം പറഞ്ഞ് ശരീരമുള്ളത് കർത്താവിന് എല്ലായിടത്തും വരാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ശരീരം എടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ ദൈവം വെളിപ്പെട്ടിരിക്കുന്നത് ആത്മാവിലാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു. 23-ാമത്തെ വാക്യം, സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലുമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ദൈവം വെളിപ്പെട്ടിരിക്കുന്ന ആത്മാവില്ല. അതുകൊണ്ടാണ് ഈ ആത്മാവ് പ്രാപിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ദൈവത്തിൽ നിന്നെ കാണണമെങ്കിൽ, ദൈവം നിന്നെ തൊടണമെങ്കിൽ, ദൈവം നിങ്ങളോട് ഇടപെടണമെങ്കിൽ, ദൈവ ശബ്ദം നിങ്ങൾ കേൾക്കണമെങ്കിൽ, ദൈവം നിങ്ങളെ സന്ദർശിക്കണമെങ്കിൽ ആത്മാവിൽ കൂടെ നടക്കും. ഹല്ലേലൂയ പറഞ്ഞേ. മറ്റേ 2 വെളിപ്പാടിന്റെയും കാലം കഴിഞ്ഞുപോയി. ക്രിസ്തുവിൽ വെളിപ്പെട്ട സമയം കഴിഞ്ഞുപോയി. പിതാവിൽ വെളിപ്പെട്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ആത്മാവിന്റെ കാലമാ. അതുകൊണ്ട് ആത്മാഭിഷേകം പ്രാപിക്കാതെ വർഷങ്ങളോളം ദൈവത്തെ ആരാധിച്ചാലും ഈ രാത്രി ഞാൻ പറയട്ടെ, ദൈവവൈദ്യലേ, കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ, ശരിക്കും അനുഭവിക്കാൻ നമുക്ക് പറ്റുകയില്ല. വാക്യം കണ്ടോ? ദൈവം ആത്മാവാകുന്നു എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അത് കിടക്കുന്നത്. സ്തോത്രം. 23-ാമത്തെ വാക്യത്തിൽ സത്യ നമസ്കാരം. ആ ആ ആ ദൈവം ആത്മാവാകുന്നു. ഇപ്പൊ ദൈവം വെളിപ്പെട്ടിരിക്കുന്നത് ആത്മാവിലാണ്. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ പാട്ട് പാടുമ്പോൾ കൈയടിക്കണം, ഒച്ചത്തിൽ സ്തുതിക്കണം. നിങ്ങൾ ഹല്ലേലൂയ പറയണം. മിണ്ടാതിരിക്കരുത്, കണ്ണടച്ചിരിക്കരുത്, ക്ഷീണിച്ചിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ ആത്മനിറവ് ഉണ്ടാകത്തുമില്ല. ഈ ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിക്കാനും കഴിയുകയില്ല. മറ്റേ 2 വെളിപ്പാടും കഴിഞ്ഞുപോയി. അതിന്റെ സമയം തീർന്നു. ഇനി ആ സമയമല്ല നമ്മുടെ മുമ്പില്. ആദ്യമേ പിതാവായി വെളിപ്പെട്ടു, രണ്ടാമത് ക്രിസ്തുവിൽ വെളിപ്പെട്ടു. ഇപ്പോൾ ദൈവം വെളിപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ആത്മാവിൽ. സ്വത്രം. ഓക്കെ, അവിടെ ഇരിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം. ഓക്കെ, പ്രവീണുണ്ടോ? ഇല്ലെങ്കിൽ പ്രാപിക്കണം. തോഷോദനുണ്ടോ? ഇല്ലെങ്കിൽ വെറുതെ പെന്തക്കോസ്തി വന്നതാ. ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും നമുക്ക് ഇല്ല. കാരണം എന്താണ്? ദൈവം ഇപ്പൊ ആത്മാവിൽ ഇടപെടുന്നത്, അല്ലാതെ ദൈവം ഇപ്പൊ ഇടപെടത്തില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നു. ചോദിച്ചാലും പ്രാപിക്കണം, ഇല്ലെങ്കിൽ വെറുതെ ഇവിടെ ഒന്നില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കത്തില്ല. പിന്നെ എന്ത് പറയരുത്, പെന്തക്കോസ്തുകാരെ കളിപ്പീരുകാരനാണെന്നും നാളെ വിളിച്ച് പറഞ്ഞേക്കരുത് പാസ്റ്റർ കളിപ്പീരാന്നെന്നും. ഞാൻ അവിടെ പോയി, എന്റെ കൂടെ ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ, ചോദിച്ചാൽ എന്റെ കൂടെ കൂടിയിട്ട് 10-25 വർഷമായി. ഇന്നലെ ഒന്നും അല്ല. ഞാനിവിടെ വന്നതിന്റെ 2-ാം വർഷത്തിലെ ഞങ്ങൾ 98-99 എത്ര വർഷമായെന്നറിയാം? ഇപ്പൊ 26 വർഷമായി, 25 വർഷമായി. അതുപോലെ റീച്ചാനും ഒത്തിരി വർഷമായി എന്റെ കൂടെ കൂടിയിട്ട്, ഒത്തിരി വർഷമായി. ചോദിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലം ഇദ്ദേഹമാ. അപ്പം
പുതിയ നിയമകാലത്തെ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നത് ആത്മാവിലാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ആത്മാവിലാണ്. ദൈവം നമ്മളെ തൊടുന്നത് ആത്മാവിലാണ്. അല്ലാതെ ദൈവത്തിന് നമ്മളോട് ഇടപെടാൻ കഴിയില്ല. കാരണം ഈ വെളിപ്പാട് അതാണ്. മറ്റേ 2 വെളിപ്പാടും കഴിഞ്ഞു. ഏതാ? പിതാവായിട്ട് വെളിപ്പെട്ട കാലം കഴിഞ്ഞു. ഇപ്പോൾ ആ കാലമല്ല. ആ വെളിപ്പാട് കഴിഞ്ഞാണ് പിന്നെ ദൈവം ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. ആ വെളിപ്പാടും കഴിഞ്ഞു. ഇപ്പൊ കർത്താവ് ആത്മാവിൽ വെളിപ്പെട്ടു. എന്തിനാ ആത്മാവിൽ വെളിപ്പെട്ടത് ഞാൻ പറഞ്ഞു. എന്തിനാ വെളിപ്പെട്ടത്? ശരീരമുള്ളത് കൊണ്ട് തനിക്ക് എല്ലായിടത്തും വെളിപ്പെടാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് യെരൂശലേമിൽ മാത്രമേ കർത്താവ് എന്ത് ചെയ്തുള്ളൂ? പോയി വന്നുള്ളൂ. കേരളത്തിൽ വന്നില്ല, ആലപ്പുഴ വന്നില്ല, പത്തനംതിട്ട വന്നില്ല, തമിഴ്നാട്ടിൽ വന്നില്ല, കർണാടകയിൽ വന്നില്ല. ഇവിടെ ഒന്നും പുള്ളി വന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാല് ആകെ ഒരു ശരീരമല്ല ഉള്ളൂ. അത് ആ കൂടെ പുള്ളി ഇവിടെ 33 വർഷത്തെ സുവിശേഷവേലയെ പുള്ളി ചെയ്തുള്ളൂ. യഹൂദന്മാര് പ്രായമാകുന്നത് 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സ് കഴിഞ്ഞ് അവർക്ക് പൊടി നിരത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. അതുകൊണ്ടാണ് യേശു 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചെന്ന് ലൂക്കോസ് 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് യേശു 40 ദിവസത്തെ ഉപവാസവും കഴിഞ്ഞാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. നമ്മൾ ശുശ്രൂഷ തുടങ്ങുന്നത് എങ്ങനെയാ? വീട്ടിൽ നിന്ന് വല്ലതും കഴിച്ചു ചെയ്ത് പോരുക. ഉപവാസവും ഇല്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയ്ക്ക് വെളിപ്പാടുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസ് പറയുകയാണ്, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കേ. ഒരു മുടന്തൻ, പിറവിയിലേ മുടന്തൻ ദേവാലയത്തിന്റെ വാതിക്കൽ ഇരുന്ന് ഭിക്ഷ കഴിക്കുക. അപ്പൊ പത്രോസും യോഹന്നാനും കൂടെ അതുവഴി പോവുക. അപ്പൊ പത്രോസിനോട് കൂടെ യോഹന്നാനോടുകൂടെ പത്രോസ് ഇങ്ങനെ ചേർന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കാം. എന്തിനായി സൂക്ഷിച്ചു നോക്കുന്നത്? സ്തോത്രം. സൂക്ഷിച്ചു നോക്കിയിട്ട് എന്നാ കാണാനാ? യോഹന്നാനെ നോക്കിയാ, സൂക്ഷിച്ചു നോക്കിയാ എന്നാ കിട്ടും? പത്രോസിനെ നോക്കിയാ എന്തിനാ പറഞ്ഞതെന്നറിയാമോ? ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്താൻ പോവാ പത്രോസും യോഹന്നാനും. പക്ഷെ ഈ സൗഖ്യം വെളിപ്പെടുന്ന സമയം ഇവർക്കറിയില്ല. ദൈവം എപ്പോഴാ സൗഖ്യം കൊടുക്കുന്നത് ഇവർക്കറിയില്ല. ഇവനോട് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞത് ദൈവം ഇവന് സൗഖ്യം കൊടുക്കുന്ന സമയത്തെക്കുറിച്ച് ഇവർക്ക് വെളിപ്പാട് കിട്ടാൻ വേണ്ടിയാണ്. സ്വത്രം. അവരിങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ പത്രോസിന് വെളിപ്പാട് കിട്ടി. ദൈവം സൗഖ്യമാക്കാൻ പോകുന്നു. ഓടിച്ചെന്ന് കൈക്ക് പിടിച്ച് പൊക്കിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. സ്വത്രം പറഞ്ഞ് ആ വെളിപ്പാടുണ്ടായിരുന്നത് കൊണ്ടാണ് ആ സമയത്ത് പത്രോസിന്റെ ശുശ്രൂഷ വിജയിച്ചത്. ഇപ്പൊ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നെന്നുള്ള വെളിപ്പാട് പുള്ളിക്ക് കിട്ടി. അത് കിട്ടിയപ്പോഴാ പുള്ളി ഓടിച്ചെന്ന് കൈക്ക് പിടിച്ചേ. അതിനായി സൂക്ഷിച്ചു നോക്കി പറയാം. ഈ വെളിപ്പാട് കിട്ടണമെങ്കിൽ ഏകാഗ്രതയോടെ നിൽക്കണം. അതിനാ അവരോട് പറഞ്ഞ, നിന്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോരുത്. അല്ല, ഇവരുടെ മുഖം കാണാനല്ല, ഇങ്ങോട്ട് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞത്. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന വെളിപ്പാട് കിട്ടുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? രോഗം ശാസിക്കാണ്. വെളിപ്പാട് കിട്ടാതെ ശാസിച്ചാൽ രോഗി അങ്ങനെ ഇരിക്കും. രോഗി ആയിരിക്കും. അവിടെ നമ്മൾ യാത്ര കഴിഞ്ഞ് പോകും. ഈ ഞങ്ങളുടെ കോട്ടയത്തകരായിരുന്നു. സ്വർഗീയ വിരുന്നിനകത്ത് പോയവരോടൊക്കെ പറഞ്ഞു, കണ്ണ് കാണാൻ പറഞ്ഞു. ഒരു കാര്യം കയറി വരാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനിയും കണ്ണാടി വെക്കണ പറഞ്ഞിട്ട് ദൂരെ കളയും. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യൻ ടോർച്ച് വലിച്ച് അവിടെ എല്ലാം തിരക്കുക. അല്ല, ഈ മനുഷ്യർ വീട്ടിൽ പോകാൻ മാർഗമില്ല, കണ്ണാടി പാട്ടെടുത്ത് ദൂരെ കളയും. എന്നിട്ട് പറഞ്ഞ് ദൈവം സൗഖ്യമാക്കിയത്. അവസാനം പിന്നെ പിള്ളേരാരാണ്ട് തന്നെ തപ്പി പിടിച്ചെടുത്ത് കൊടുത്ത്. ഉറപ്പായി വെളിപ്പാട് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന ഒരു വെളിപ്പാട് പത്രോസിന് കിട്ടുന്നത് വരെ ഞങ്ങളെ നോക്കി നിൽക്കാൻ പറഞ്ഞു. നോക്കി നിൽക്കെ, സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പത്രോസിനോട് ആത്മാവ് ഇടപെട്ടു. അപ്പൊ പത്രോസിന് മനസ്സിലായി ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ഓടിച്ചെന്ന് കൈക്ക് പിടിച്ച്
എഴുന്നേക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ക്ഷണത്തിൽ നരിയാണി ഉറച്ചു. സ്തോത്രം പറഞ്ഞേ. ആ അപ്പൊ പരിശുദ്ധാത്മാവിൽ ദൈവം വെളിപ്പെട്ടത് മൂന്നാമത്തെ കാലഘട്ടം. ഇപ്പൊ പരിശുദ്ധാത്മാവാ കേട്ടോ. ഓക്കെ, ഇനി ഈ വെളിപ്പാടിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ പിതാവായി ദൈവം വെളിപ്പെട്ടപ്പോൾ എവിടെയാ വെളിപ്പെട്ടത്? വിശുദ്ധി ഉള്ളിടത്ത് മാത്രം. വിശുദ്ധി ഇല്ലാത്തോടത്ത് കർത്താവ് ഇറങ്ങത്തില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. രണ്ടാമത്തെ വെളിപ്പാട് ക്രിസ്തുവിൽ. അതിന് വിശുദ്ധി വേണ്ട, പാപിയിലെടുക്ക കർത്താവ് ഇറങ്ങും. വിശുദ്ധി വേണ്ട, കർത്താവ് നമുക്ക് വിശുദ്ധി ഇങ്ങോട്ട് തരും അല്ലേ. അത് കഴിഞ്ഞു, ആ വെളിപ്പാട് തീർന്നു. ഇപ്പൊ ക്രിസ്തുവിൽ ദൈവം വെളിപ്പെട്ടിട്ടില്ല, ഇപ്പൊ വെളിപ്പെട്ടത് ആത്മാവിൽ. എന്തിനാണ്? എല്ലായിടത്തും ഒരുപോലെ വെളിപ്പെടാൻ. അമേരിക്ക പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആത്മാവിനിറങ്ങണം, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവിൽ വെളിപ്പെട്ട പല നടക്കത്തില്ല. കാരണം ഒരു ശരീരമേ പുള്ളിക്കുള്ളൂ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകാനും ഇവിടോട്ട് വരാനും എല്ലാം കൂടെ ആകെ ഒരു ശരീരമുള്ളൂ. അതുകൊണ്ട് പുള്ളിക്ക് എല്ലായിടത്തും ഒരുപോലെ ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളി ശരീരമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആത്മാവായിട്ട് വെളിപ്പെട്ടത് എല്ലായിടത്തും വ്യാപരിക്കും. രണ്ട്, നമ്മുടെ അകത്ത് കയറാൻ. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ അകത്ത് കയറുവാൻ ക്രിസ്തുവിൽ വെളിപ്പെട്ടപ്പോൾ ഒരു ശരീരം ഉള്ളത് കൊണ്ട് നമ്മുടെ അകത്തോട്ട് കയറാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ ശരീരം എടുത്ത് കളഞ്ഞിട്ട് ആത്മാവ് ശക്തിയും വ്യക്തിത്വമായി വെളിപ്പെട്ടത് നമ്മുടെ അകത്തോട്ട് കയറാനാണ്. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ദൈവവൈതലേ, നമ്മുടെ അകം കത്തട്ടെ. നമ്മുടെ അകത്ത് കത്തലുണ്ടാകുവാനും അകത്ത് പ്രകാശിക്കുവാനും നമ്മുടെ അകത്ത് കയറുവാനുമാണ് മൂന്നാമത്തെ വെളിപ്പാട് ആത്മാവിൽ ദൈവം വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അകത്തൊരു ദൈവ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ആത്മനിറവുണ്ടായിരിക്കണം. കണ്ടല്ലോ? ഓക്കെ. പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആമേ. പരിശുദ്ധാത്മാവ് 3 നിലയിൽ ബൈബിളിൽ കാണാം. ഒന്ന്, ഹഗായി പ്രവചനം വായിക്കണ്ട. ആത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇടയിൽ നിങ്ങളൊരു വലിയ ആത്മീയ ഉണർവുള്ള ഒരു മീറ്റിങ്ങിൽ പോയിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കപ്പെടും. അതിന്റെ കാര്യം എന്താണെന്നറിയോ? അതിന്റെ ഇട മുഴുവൻ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് എഗസ്കേൽ പ്രവചനത്തിലാണ്. ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. മൂന്നാമത് നമ്മൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് നമ്മുടെ മേൽ വരുന്നു. സ്തോത്രം പറഞ്ഞ് അതിന്റെ പേര് ശക്തിയുടെ നിറവെന്ന. പെന്തക്കോസ്ത് നാൾ അതാ വന്നത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ഇരുന്ന സ്ഥലം മറന്നു, അവരിരുന്ന സ്ഥലം കുലുങ്ങി, വലിയ ഇടിമുഴക്കം പോലുള്ള ശബ്ദമുണ്ടായി. അവര് എന്ത് ചെയ്തു? അന്യ ഭാഷകൾ പറഞ്ഞു. അഗ്നി നാവ് പോലെ തീ നാക്കിൽ കത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ മൂന്നാമത്തെ അനുഭവം. അതാണ് പുതിയ നിയമ ദൈവസഭയുടെ അനുഭവം. നമ്മുടെ മേൽ വരിക, അത് ശക്തിയെ കാണിക്കുന്നു. അത് വരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങുന്നത് പോലെ തോന്നും. സംശയം ഉണ്ടെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ഇപ്പൊ എടുത്ത് വായിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. 120 പേര് മാളിക മുറിയിൽ കൂടി ഇരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. ഇടയിൽ വന്നതല്ല, ഹൃദയത്തിൽ വന്നതല്ല, അവരുടെ മേൽ വരികയാണ്. അവരുടെ മേൽ വന്നപ്പോൾ അന്യഭാഷ പറഞ്ഞു, അവരിരുന്ന സ്ഥലം കുലുങ്ങി. ഇടിമുഴക്കം പോലെ നാഥം മുഴങ്ങി. 25 ലക്ഷം അംഗത്വമുള്ള ഒരു സഭയാണ് യെരൂശലേം ദേവാലയം. ഏറ്റവും കുറഞ്ഞത് 25 ലക്ഷം ആടിനെ ഒരു ആരാധനയിൽ അവിടെ യാഗം കഴിക്കും. പെസഹ പെരുന്നാളിൽ 25 ലക്ഷം കുടുംബം. അതിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് ഈ 2-ാം അധ്യായത്തിൽ പറയുന്ന മാളിക മുറി. 25 ലക്ഷം കുടുംബമുള്ള പള്ളിയിൽ ഈ ആത്മാവ് കയറിയില്ല. നമ്മൾ വായിക്കുന്നത് വെറും 120 പേര് കൂടിയ ഒരു മാളിക മുറി, ഒരു ചെറിയ വീട്ടിലാണ് ആത്മാവ് വന്നത്. 25 ലക്ഷം പേര് കൂടിയ പള്ളിയിലല്ല ആത്മാവ് പോകാഞ്ഞത്.
അവിടെ അങ്ങനെയല്ല വായിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ മാളികമുറി കൂടി ഇരുന്നവരുടെ നടുവിൽ എന്ത് ചെയ്തു? ആത്മാവേ സ്തോത്രം. അപ്പുറത്ത് 25 ലക്ഷം അംഗമുള്ള കുടുംബം കിടക്കുമ്പോൾ ആ പള്ളിയിലോട്ട് ആത്മാവ് പോയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പറയാം, ആത്മാവ് വലിപ്പമല്ല നോക്കുന്നത്, പാരമ്പര്യമല്ല നോക്കുന്നത്. ആമേ, ആണോ? അമ്മ, ആത്മാവ് മതമല്ല നോക്കുന്നത്. ആത്മാവ് പാരമ്പര്യമല്ല, അത് മതമല്ല, അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ല നോക്കുന്നത്. ആത്മാവിനാവശ്യം ദൈവമക്കളുടെ ഹൃദയമാണ്, ദൈവമക്കളുടെ മേൽ പകരുകയാണ്. സ്തോത്രം പറഞ്ഞേ. ഞാൻ എപ്പോഴും വീടിന്റെ പ്രത്യേകത പറയും, പറഞ്ഞിട്ടില്ലേ? ഓർമ്മയില്ലേ? ഓക്കെ, ഒരു 2 എണ്ണം പറയാമോ? ഇല്ല അല്ലേ? എന്റെ ദൈവമേ, കുടത്തിന്റെ ഓർത്തൊഴിക്കുന്നില്ല. എന്റെ അച്ചായ എത്ര കാലമായി വചനം പറയാൻ തുടങ്ങിയിട്ട്. ഏമ്പലപ്പുറത്ത് വെള്ളം ഒഴിച്ച പോലെ എല്ലാം പോയി അല്ലേ? വീടിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതാ, വീട്ടിൽ ആത്മാവ് വന്നത്, പള്ളിയിലല്ല വന്നത്. സ്തോത്രം. വീട്ടിലല്ല, പള്ളിയിലല്ല, ആത്മാവ് വന്നത് എവിടെയാണ്? ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. 2-ാം അധ്യായം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. കണ്ടോ? എന്താ അപ്പുറത്തെ പള്ളിക്കകത്ത് പോകാഞ്ഞത്? 25 ലക്ഷം അംഗത്വമുള്ള പള്ളി കിടക്കുമ്പോ 40 വർഷം കൊണ്ട് പണി കഴിച്ച പള്ളി അപ്പുറത്ത് കിടക്കുന്നു. സ്വർണവും വെള്ളിയും പൊതിഞ്ഞ പള്ളിയാ കിടക്കുന്നത്. തനി മാർബിളുണ്ടാക്കിയ പള്ളി ഇവിടെ കിടക്കുന്നു. സ്തോത്രം. ആ വലിയ സ്വർണവും വെള്ളിയും തനി മാർബിളും കൊണ്ടുണ്ടാക്കിയ 40 വർഷം കൊണ്ട് പണിത 1700 കോടിയിലധികം ആ കാലത്ത് വിലമതിക്കുന്ന ആമേ പള്ളി അപ്പുറത്ത് കിടക്കുന്നു. 25 ലക്ഷം അംഗത്വം ആ പള്ളിക്കുണ്ട്. ആമേൻ. അതിനകത്ത് ആത്മാവ് വന്നില്ല. ആത്മാവ് വന്നത് ഈ വീട്ടിലാണ്. സ്തോത്രം. ഈ വീട്ടിലാ വന്നത്. അതുകൊണ്ട് ഒരു കാര്യം പഠിച്ചു, പള്ളി നിങ്ങൾക്ക് വലുതായിരിക്കാം, പക്ഷെ ദൈവത്തിന് പള്ളി വലുതല്ല. സ്തോത്രം പറഞ്ഞ്, ദൈവാത്മാവിന് പള്ളി വലുതല്ല. ദൈവാത്മാവിന് പള്ളിയല്ല വലുത്, ദൈവമക്കളുടെ കുടുംബമാണ് വലുത്. ലീലിയ പറഞ്ഞ്. അതുകൊണ്ട് പള്ളിയെ തള്ളിക്കളഞ്ഞിട്ടും പൗരോഹിത്യത്തെയും പള്ളിയെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും യാഗങ്ങളെയും എല്ലാം തള്ളി മാറ്റിയിട്ട് 120 പേര് കൂടി പ്രാർത്ഥിച്ച വീട്ടിൽ ആത്മാവ് വന്നു. ലീലിയ പറഞ്ഞ്, അവിടെ ആത്മാവ് വന്നു. സ്തോത്രം. ആത്മാവ് വന്നത് മാത്രമല്ല, അവിടെ നടത്തിയ കാര്യം കേട്ടോ. ഒന്നുകൂടെ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വായിരേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഇരുന്നിരുന്ന വീട് നിറച്ചു. വീട് അത് എടുത്തു പറയുന്നുണ്ട്. കാര്യം നമുക്ക് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടിയാ. നമ്മൾ വിചാരിക്കുക ആത്മാവ് നമ്മുടെ മേൽ മാത്രമേ വരുന്നത്. അല്ല ദൈവമക്കളെ, നിങ്ങളുടെ വീടുകൂടെ നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം പറഞ്ഞ്. നമ്മളെ മാത്രമല്ല, ഒന്ന് ഇച്ചിരി ഓളി കുറച്ചു പോയി. ഓക്കെ, ഒരു കല്ലേറ് ദൂരം കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി. എന്തിനാ? ഈ ശബ്ദം പുള്ളിക്ക് പിടിക്കുകയല്ല. ഇതാ ഈ ഒച്ച വേളമൊന്നും പുള്ളിക്ക് പറ്റിയില്ല. അതിനാണ് പുള്ളി അവരെ എല്ലാം പുറകെ നിർത്തി വെച്ച് ഒരു കല്ലേറ് മുന്നോട്ട് കയറിയത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മടങ്ങി വരാം. അപ്പൊ നിങ്ങൾ കണ്ടോ, അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. കർത്താവിനൊരു ആഗ്രഹമുണ്ട്, ദൈവമക്കളെ മാത്രമല്ല അവരുടെ ഭവനവും ആത്മാവിലെ നിറയണം. നമ്മുടെ ഭവനവും. അപ്പൊ നമ്മുടെ ഭവനത്തിന് അടുക്കും ചിട്ടയും വൃത്തിയും വെടിപ്പും ഒക്കെ വേണ്ടേ? അപ്പൊ അതൊക്കെ കന്നുകാലിക്കൂടും കോഴിക്കൂടും ഒക്കെ വെക്കുന്നത് ശരിയാണോ? സ്തോത്രം പറയേ. തൂത്തുവാരാതെ ഇടുന്നത് ശരിയാണോ? ഭവനം ക്ലീൻ ചെയ്യാതെ ഇടുന്നത് ശരിയാണോ? സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. അടിപത്രമൊക്കെ അലക്കി വാതൊക്കെ തൂക്കിയിടുന്നത് ശരിയാണോ? സ്തോത്രം പറയേ. അതൊക്കെ ഒരു ഒഴിഞ്ഞ ഗോളിലോട്ടൊന്ന് മാറ്റണ്ടേ? കാരണം വീടൂടെ ആത്മാവ് നമ്മുടെ വീട്ടിലൂടെ വസിക്കണ്ടേ? നമ്മളീ മാത്രമല്ലല്ലോ. ഇവിടെ അങ്ങനല്ലേ വായിച്ചത്? അല്ലേ പറഞ്ഞത്? ആ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ചില വീട്ടിൽ കയറി ചെല്ലാനൊക്കെ, കാരണം ആ മുഴുവൻ വൃത്തികേടാ. മുഴുവൻ ഒരു ചിട്ടയില്ല, അടുക്കുമില്ല, പാതിങ്ങനെ കിടക്കുക.
ദൈവമക്കളുടെ വീട് അങ്ങനെ ആകരുത്. കാരണം ഇതാണ് അതിന്റെ കാരണം. ആത്മാവ് അവിടെ കൂടിയ 120 പേരെ മാത്രമല്ല ആത്മാവ് നിറച്ചത്, ആ വീടിനെ കൂടെ നിറച്ചു. സ്തോത്രം. അപ്പോൾ ഓർത്തോളം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ മാത്രമല്ല നമ്മുടെ ഭവനത്തിലും അത് നിറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭവനം മറ്റുള്ള ഭവനത്തെക്കാൾ വ്യത്യാസമാണെന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മുടെ ഭവനത്തിന് പ്രത്യേകത എന്താ? നമ്മുടെ ഭവനത്തിൽ ആത്മാവ് വസിക്കും, മറ്റുള്ളവരുടെ ഭവനമല്ല. 2 അധ്യായത്തിൽ 1-ാമത്തെ വാക്യമായിരിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അപ്പൊ അതിനകത്ത് ക്യാപ്പുണ്ടോ? എവിടെയെങ്കിലും എല്ലായിടവും നിറച്ചില്ലേ? സ്വതന്ത്രം. പരിശുദ്ധാത്മാവ് വീട് നിറച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നിങ്ങൾ പറഞ്ഞാട്ടെ. നിങ്ങളുടെ വീട് നിങ്ങൾ നിറയ്ക്കുക, അതിനകത്തെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? അതിനകത്തെല്ലാം ഫർണിച്ചർ കൊണ്ടിട്ട് നിറച്ചു, അതിനകത്തെല്ലാം നല്ല നല്ല സെറ്റപ്പുകളൊക്കെ ശരിയാക്കി വീട് നിറച്ചു. അപ്പോൾ സീമ, അവിടെ എന്താ നടന്നത്? അവിടെ നടന്നത് എന്താന്ന് ചോദിച്ചാൽ, ആ വീടിനകത്ത് ശൂന്യതയില്ല. ശൂന്യത. സ്വത്രം പറഞ്ഞേ, ആ വീടിനകത്ത് ശൂന്യതയില്ല. ആ ശൂന്യമായി കിടന്നടവെല്ലാം ആത്മാവ് നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിന്റെ ശൂന്യത ആത്മാവ് നിറയ്ക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഭവനത്തിൽ ശൂന്യത ഉണ്ടാകത്തില്ല. കാരണം ശൂന്യത ആ ഭവനത്തിൽ കാണും. ആ ഭവനം ആത്മാവ് നിറയുകയാണ്. നിറഞ്ഞെടുത്ത് പിന്നെ എവിടെയാ ശൂന്യത? എന്നാൽ ഇന്നും നമ്മുടെ വീട്ടിൽ സമാധാനത്തിന് ശൂന്യതയാണ്. അവിടെ ഇന്നും എന്താണ്? അവിടെ ഇന്നും അപ്പടി സാമ്പത്തിക ശൂന്യതയാണ്. അവിടെ ഇന്നും എന്താണ്? സമാധാനത്തിനും സാമ്പത്തികത്തിനും പലതിനും ആ വീട്ടിൽ ഇന്നും ദാരിദ്ര്യമാണ്, ശൂന്യതയാണ്. എന്താ കാരണം? ആ വീടിൽ ആത്മാവ് നിറയ്ക്കുന്നില്ല. അതാണ് അതിന്റെ കാരണം. ആത്മാവ് നിറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ശൂന്യത എല്ലാം മാറും. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ആത്മാവ് നിറയുമ്പോൾ അവിടുത്തെ ശൂന്യമായ അവസ്ഥ മാറിയിട്ട് ആ ഭവനത്തിൽ ഒരു നിറഞ്ഞ അവസ്ഥ വരും. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. അത് വരണ്ടേ? നമ്മുടെ വീട്ടിലെ ശൂന്യതയൊക്കെ മാറണ്ടേ? ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ഭവനത്തെ കുറിച്ച് മനസ്സിലായില്ലേ? നമ്മുടെ ഭവനം സാധാരണ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുടെ ഭവനം മോശമാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ആ ഭവനവും നമ്മുടെ ഭവനവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഭവനത്തെ കുറിച്ച് 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിച്ചത് ആ വീടും കൂടെ നിറച്ചതാണ്. പ്രാർത്ഥനക്കാരെ മാത്രമല്ല, ആരാധിച്ചവരെ മാത്രമല്ല, ആരാധനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വീടും കൂടെ ദൈവം നിറച്ചെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥനാ ഭവനത്തെ നിറയ്ക്കത്തില്ലേ? നമ്മുടെ ആരാധന ഭവനത്തെ നിറയ്ക്കത്തില്ലേ? അപ്പൊ അതിന് തക്ക വിശുദ്ധിയും വേർപാടും ദൈവത്തിന്റെ ആത്മാവിന് വസിക്കത്തക്ക നിലയിൽ ആ ഭവനം യോഗ്യമാകണ്ടേ? അതുകൊണ്ട് അവിടെ സിഗരറ്റ് കുറ്റിയും മദ്യക്കുപ്പിയൊക്കെ ഇരിക്കാൻ ഒക്കുവോ? സ്തോത്രം പറഞ്ഞേ. അവിടെ എല്ലാം വിശുദ്ധിയും വേർപാടും നമുക്ക് വേണ്ടതുപോലെ നമ്മുടെ ഭവനവും ക്ലിയർ ആയിരിക്കട്ടെ. ഞാൻ എപ്പോഴും പറയും, അബ്രാഹാമിന്റെ വീടൊന്ന് നോക്കിക്കേ. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ നോക്കിയാൽ കാണാം. അബ്രാഹാമിന്റെ വീടിന്റെ പ്രത്യേകത എന്തായിരുന്നു? വെളുപ്പാങ്കാലത്ത് 3 പേര് വരികയാണ്. വന്നത് 2 പേരും ദൂതൻ, ഒരാള് ദൈവമാണ്. അങ്ങനെ 3 പേരാണ് അവിടെ ആ വീട്ടിൽ വരുന്നത്. അബ്രാഹാം ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അബ്രാഹാം പിന്നീടാണ് അറിയുന്നത് എൻ്റെ വീട്ടിൽ വന്ന ആള് ദൂതനാണെന്നും ദൈവമാണെന്നും. 3 പേര്. വെളുപ്പിന് അബ്രാഹാം വെയില് കായാൻ ഇങ്ങനെ ഇരിക്കുക. വെയില് ഒരു 6 മണി ആയിക്കാണ്. വെളുപ്പിന് ഇവർ അബ്രാഹാമിന്റെ വീടിന്റെ വാഴക്ക കൂടെ അങ്ങോട്ട് പോയപ്പോൾ പുള്ളി ഓടിച്ചെന്ന് നിലത്തോളം കുനിഞ്ഞു. ഇനി നിലത്തോളം കുനിഞ്ഞില്ലെങ്കിലും നമ്മള് ആൾക്കാരെ കാണുമ്പോൾ മോന്ത വീർപ്പിക്കരുത്. അബ്രാഹാം ഓടിച്ചെന്ന് നിലത്തോളം കുനിഞ്ഞവരെ വിളിച്ചു. മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, നിലത്തോളം. ചില വീട്ടിൽ കയറി ചെന്നപ്പോൾ അവർ തിരിഞ്ഞു പോലും നോക്കുകയില്ല. നമ്മളെ ഒരാള് വന്നത മാന്യത പോലും ഓടിച്ചെന്ന് കണ്ടോ? നിങ്ങൾ വാക്യം വായിച്ച് 18-ാം അധ്യായം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു. ഓടിച്ചെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഓടിച്ചെന്ന് നമ്മൾ ഓടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആമേ,
വേഗത്തിൽ പോവാന്ന് അല്ല. അതല്ല ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം അതിഥികളെ സ്വീകരിക്കാൻ തിടുക്കം, വേഗത. നമുക്ക് അങ്ങനെയുണ്ടോ? മറ്റുള്ളവരെ മാനിക്കാൻ തിടുക്കം, വേഗതയുണ്ടോ? ഉണ്ടോ? മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് തിടുക്കവും വേഗതയുണ്ടോ? നിവൃത്തിയില്ല വരുമ്പോ ഒന്ന് ചിരിച്ച് കാണിച്ചേ. അത് ഒരു സൈഡേ കാണിക്കത്തുള്ളൂ, ഫുള്ള് കാണിക്കില്ല. രണ്ടു പല്ലും കിരീട പകുതി അല്ലേ? അബ്രാഹാം പരിചയമില്ലാത്ത ആൾക്കാരായിട്ടും അവരെ സ്വീകരിക്കാൻ അബ്രാഹാം കാണിക്കുന്ന തിടുക്കം, വേഗത എത്ര വലുതാണെന്ന് നോക്കി. അവർ അബ്രാഹാമിനോട് അടുക്കുകയല്ല, അബ്രാഹാം അവരോടടുക്കുകയാണ്. അങ്ങോട്ട് ദൈവമക്കളുടെ മാതൃകയായി പറയുന്നത്. വലിയ വലിയ ക്രിസ്ത്യാനികൾ അച്ഛന്മാർ അവരുടെ ആ പണത്തിന്റെ മുഷ്ടി നമ്മളെയൊക്കെ കണ്ട അവിടെ ആ നോട്ടമൊക്കെ കാണും. നമ്മളൊക്കെ ഏതാണ്ട് അശുദ്ധ വസ്തുക്കളെ പോലാണ്. നമ്മളൊക്കെ ഈ പറയുന്ന പുള്ളി ആടുന്ന വെയിൽ ചായുന്ന അത് പുള്ളി മനസ്സിലാക്കുന്നില്ല. തപ്പോത് വീഴാനുള്ളതേ ഉള്ളൂ. ഓടിച്ചെന്ന് അബ്രാഹാം. ഇനി അബ്രാഹാം അവരെ സ്വീകരിച്ച മെത്തേഡ് നോക്കിക്കേ. പിന്നെ വായിച്ചാട്ടെ. ഓടിച്ചെന്നിട്ട് അവൻ അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. നിലം വരെ എന്ത് ബഹുമാനം കൊടുത്തു! അവരുടെ പാദം വരെയും കുനിഞ്ഞ് അവരെ സ്വീകരിക്കുക. ഇനി പാദം വരെയൊന്നും കുനിഞ്ഞില്ലെങ്കിലും കാണുമ്പോൾ മാന്യമായിട്ട് കൈ കൊടുക്കുകയും വിളിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യണം. സ്തോത്രം കേട്ടോ. ഓക്കെ, അടുത്ത ലൈൻ വായിച്ചു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ, ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. മതി. വൃക്ഷത്തിൻ കീഴിലെ ഇരിപ്പിൻ, ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ ശ്രദ്ധിക്കണം, അബ്രാഹാമിന്റെ കൂടാരം ഇരിക്കുന്നത് ഒരു കരിവേലകം എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. അതിന്റെ മുറ്റത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നമ്മുടെ മുറ്റത്ത് ദൈവത്തെ കയറ്റി ദൈവദൂതന്മാരെ മുറ്റത്തിരുത്താൻ യോഗ്യതയുണ്ടോ? പക്ഷെ അബ്രാഹാമിന്റെ വീടിന് യോഗ്യത ഉണ്ട്. ഓടി വരുന്ന സാറ് അല്പം വരണമെങ്കിൽ അവിടെ നിന്ന് ഞാൻ തൂത്തുവാരിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്നാണോ പറഞ്ഞത്. അതിലത് അടുക്കി വെച്ചിട്ട് ഇങ്ങോട്ടെ കയറിയാൽ മതി, തൂത്തുവാരിയിട്ട് ഇങ്ങോട്ടെ. പാഷ പറഞ്ഞു അതങ്ങോട്ട് വരാം. പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരാം. എനിക്കറിയാൻ കാര്യമല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ കാലം വരക്കിട്ട് അല്ല മുഴുവനും അഴുക്കായി കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, അബ്രാഹാമിന്റെ ഭവനത്തിന്റെ വാതിക്കൽ ഏതു സമയത്തും ദൈവത്തിന് കയറി വരാനും ദൈവത്തിന്റെ അത് ഒന്നും രണ്ടും പേരല്ല അവിടെ താമസിക്കുന്നത്. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വായിക്കൊന്നും വേണ്ട, അവിടെ എഴുതിയിരിക്കുന്നത് 317 കായിക അഭ്യാസികൾ അബ്രാഹാമിന്റെ വീട്ടിലുണ്ട്. ദാസന്മാര് വേറെ, ദാസിമാര് വേറെ, 100-500 പേര് താമസിക്കുന്ന വീടാണത്. ഒന്നും രണ്ടും പേരല്ല വീട്ടിൽ താമസിക്കുന്ന. സ്വത്രം അത്രയും ആൾക്കാർ പാർക്കുന്ന വീട്ടിലേക്കാണ് ഇവര് വരുന്നത്. അത് വെളുപ്പിനെയാ വരുന്നത്. സൂര്യൻ ഉദിച്ചതേ ഉള്ളൂ. 6 മണിക്ക് അവരെ വീട്ടിൽ കയറ്റിക്കണം. അപ്പൊ നോക്കണം, നേരം വെളുത്ത വരയ്ക്കാൻ പോലും തൂക്കാത്ത പെണ്ണുങ്ങളുണ്ട്. ഇവിടെ എല്ലാരും അങ്ങനല്ല കേട്ടോ. എല്ലാ സമയം എല്ലാരും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ വാക്യമൊക്കെ വായിച്ചു നോക്കി പഠിക്കേ. ദൂതന്മാരെ കൊണ്ടുവന്ന്, ദൈവത്തെ കൊണ്ടുവന്ന് ആ വൃക്ഷത്തിന്റെ കീഴിൽ ഇരുത്തിയപ്പോൾ അവിടെ എത്ര മനോഹരമായിരിക്കും, അതെത്ര വൃത്തിയായിരിക്കും, അതെത്ര വെളുപ്പായിരിക്കും. ദൈവത്തിന്റെ ദൂതന്മാർക്ക് അവിടെ ഇരിക്കണമെങ്കിൽ അവരാത്മീക ജീവികളാ, നമ്മളെപ്പോലെ ഉള്ളവരല്ലവര് കേട്ടോ. അത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആത്മീക ജീവിയായ അല്ലെങ്കിൽ ആത്മീക ശരീരമായ തേജസ്സിന്റെ ശരീരമായ ദൈവദൂതന്മാർക്കും കർത്താവിനും ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും ആ വീട്ടിൽ സന്ധ്യ വരെ ഇരുന്നു. കാരണം അവിടെ അതിൻ്റെ അറിയണമെന്നുണ്ട്. നിങ്ങൾ അടുത്ത വാക്യം വായിക്കണം. 2 ദൂതന്മാർ വൈകിയ നേരത്തെന്നാ, വൈകിയപ്പോൾ സോദോമിലേക്ക് പോയെന്ന. രാവിലെ 4:30 വന്ന പുള്ളികൾ എത്ര മണിക്കൂർ ആ വീട്ടിൽ ഇരുന്നു?
സന്ധ്യ വരെ ഇരുന്നു. സ്തോത്രം. സന്ധ്യ വരെ വീട്ടിയിരുന്നു. ആമേൻ. 12 മണിക്കൂർ അബ്രാഹാമിന്റെ വീട്ടിൽ 10 മണിക്കൂർ ഷുവറാ ദൂതന്മാരും കർത്താവും ഇരുന്നു. നമ്മുടെ അവിടെയാണെങ്കിൽ 1 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? കർത്താവിൽ ഇറങ്ങി വന്ന്. സ്തോത്രം. 1 മണിക്കൂർ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇരുത്തുമോ നമ്മള്? അതിന് മുമ്പേ ഓടിച്ചു കൂടിയല്ലേ. അവള് വായിക്കുന്ന ഇങ്ങനെയാണ്, ഓടിച്ചെന്ന് ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവന്നു. അബ്രാഹാം ആ പദം കണ്ടോ? ഓടിച്ചെന്നു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തിടുക്കം, ദൈവത്തിന് കൊടുക്കാനുള്ള തിടുക്കം. ഇതോ ഇവിടെയല്ല കേട്ടോ, ഇവിടെ എല്ലാവരും ഉള്ളതുപോലൊക്കെ എനിക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇത് പോകത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെയല്ല, ചിലര് ഒരു ദിനാറേ കൊടുക്കത്തുള്ളൂ. അത് കൊടുക്കാനുള്ള പരവേഷം കേട്ടോ. അതിടണോ വേണ്ടയോ 100 വട്ടം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അബ്രാഹാം ഏറ്റവും തടിച്ചതും കൊഴുത്തതുമായ ആട്ടുംകുട്ടിയെ കൊണ്ടുവന്നു. 3 പേർക്ക് അബ്രാഹാം എടുത്ത മാവിന്റെ കണക്കെഴുതിയിട്ടുണ്ട്. 3 അടങ്ങഴി. 3 അടങ്ങിയുടെ ആവശ്യമുണ്ടോ? സ്തോത്രം. വീട്ടിൽ 3 പേരെ വന്നുള്ളൂ. അപ്പൊ ആ വീടിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്. അതുപോലെ ദൈവമക്കൾ അറിയേണ്ടത്, പരിശുദ്ധാത്മാവ് വേർപെട്ട ദൈവമക്കളുടെ വീട്ടിൽ ആത്മാവ് വസിക്കാൻ യോഗ്യമായിരിക്കണം. കാരണം 120 പേര് കൂടിയപ്പോൾ അവരുടെ മേൽ മാത്രമല്ല ആത്മാവ് വന്നത്, അവർ കൂടിയ വീട്ടിലും വന്നു. ആ വീടിനെ നിറയ്ക്കുകയും ചെയ്തു. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ആ വീടിന്റെ ശൂന്യത മാറി. നമ്മുടെ വീട്ടിൽ ഇന്നും പലതിനും ശൂന്യതയാ. എന്താ കാര്യം? ആത്മാവിന്റെ നിറവ് വരാതെ ശൂന്യത മാറിപ്പോകത്തില്ല. അത് നിങ്ങളുടെ പേഴ്സ് ആണേലും അങ്ങനെ തന്നെ. നിങ്ങളുടെ പേഴ്സിനകത്ത് നന്മ മാറാതിരിക്കണമെങ്കിൽ ആത്മാവ് ശൂന്യത നികത്തണം. പരിശുദ്ധാത്മാവ് നമ്മുടെ നന്മയിൽ ഇറങ്ങി വന്ന് നിറയണം. നമ്മളാണ് നമ്മുടെ നന്മ ശൂന്യത മാറിയിട്ട് നമ്മുടെ നന്മ നിറയുന്നത്. ആത്മനിറവുണ്ടെങ്കിൽ നമ്മുടെ ഒരു നന്മയും ശൂന്യമാകത്തില്ല. സ്തോത്രം പറഞ്ഞേ. എല്ലായിടത്തും ഈ നിറവ് വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന്റെ മുമ്പിൽ ദൈവത്തെ ശരിക്കാരാധിക്കുക. കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങൾ ദൈവമക്കൾ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? സ്വർഗത്തിലെ ആരാധന നിങ്ങൾക്കറിയാമോ? യെശയ്യാപ്രവചനം 6-ാം അധ്യായം നോക്കി. ഉമ്മരപ്പടി കുലുങ്ങി അവർ ആർക്കുന്ന ശബ്ദത്താൽ. അത് മാത്രം വായിച്ചു. 6-ാം അധ്യായത്തിൽ അവർ ആർക്കുന്ന ശബ്ദത്താൽ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ സ്വർഗത്തിൽ ആരാധന കണ്ടോ? സ്വർഗത്തിൽ ആരാധിക്കുന്ന യെശയ്യാവ് ദർശനം കാണുകയാ. ദൂതന്മാർ നിന്ന് ദൈവത്തെ ആരാധിക്കുക. ഒരുത്തൻ നിന്ന് യഹോവ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നു. അതിന്റെ അപ്പുറത്ത് അടുത്തൊരു ദൂതൻ. അങ്ങനെ ഇവര് പരസ്പരം ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം കേട്ടിട്ട് കട്ടിള കുലുങ്ങിയതാ വായിക്കുന്നത്. അപ്പം ആരാധന ബഹളമാണ്, ശബ്ദമാണെന്നൊക്കെ പഠിപ്പിക്കുന്നത് വചനം അറിയാൻ മേലാത്ത ആൾക്കാരായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനല്ല ആരാധന. 100-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന സകല ഭൂവാസികളുമായുള്ള ഒരു യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ആരവം. ആർപ്പെന്ന് പറഞ്ഞാൽ അറിയാവോ? ആർപ്പറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്കൂളിന്റെ അടുക്കത്ത് ഒരു 500 മീറ്റർ മാറി നിങ്ങൾ നിൽക്കണം. അപ്പൊ ഈ ആർപ്പ് കേൾക്കാം. അവിടുത്തെ ബഹളം നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ, പള്ളികളിൽ പെരുന്നാൾ നടക്കുമ്പോൾ അവിടെ നിന്ന് ഒരു 500 മീറ്റർ മാറി നിങ്ങൾ നിൽക്കുമ്പോൾ ഇവിടുത്തെ ബഹളം കേൾക്കാം. അതിന്റെ പേരാണ് ആർപ്പ്. ആരാധന അതാണെന്നാണ് 100-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ചില സ്വോത്രമൊക്കെ പറഞ്ഞു വരിങ്ങനെ തുള്ളും. ഞങ്ങൾക്ക് അസ്വസ്ഥതയാ. ആര് പറഞ്ഞു നിങ്ങൾക്ക് വചനം അറിയില്ല? വചനം അറിയുന്നവരാരും അങ്ങനെ പറയില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശബ്ദത്തിൽ തന്നെ സ്തുതിക്കണം. അങ്ങനെയാണ് വചനം. ചിലർ വാ തുറക്കത്തില്ല. അവൻ ശബ്ദം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചീത്ത വിളിക്കുന്ന ശബ്ദം കേട്ടാൽ
എല്ലാ ശബ്ദമാണ് തരാം. വീട്ടിൽ ഭാര്യ ഭർത്താവ് വഴക്കുണ്ടാകുന്നതും ബഹളം വെക്കുന്നതും എന്തിന്? വീട്ടിൽ പോടാ, പുറത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കണം. ഈ സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഫോൺ വിളിക്കുന്ന ശബ്ദം. ആ ആരടി എന്തടി എന്റെ കുഞ്ഞ്, അതിന്റെ പകുതി ഒച്ചയിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയും ചെയ്യാൻ പറ്റേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ, അതിന്റെ പകുതി ശബ്ദത്തില് ചിലർക്ക് കൈയടിക്കാനേ പറ്റുകയില്ല. സ്തോത്രം. കൈയടിക്കണം, സ്തുതിക്കണം. കണ്ടില്ലേ ദൂതന്മാർ ആരാധിച്ച കണ്ടില്ലേ? ഇനി ഞാൻ വേണമെങ്കിൽ സ്വർഗത്തിലെ ആരാധന വീണ്ടും നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്ത് ചെയ്തു? 1000 ദൂതന്മാരെ യഹോവയെ സ്തുതിക്കുന്നു, സ്തോത്രം സ്തോത്രം എന്ന വലിയ ആരവം കേട്ടെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞ്. അത്രയ്ക്ക് ശക്തമാണ് ആരാധന. അതുകൊണ്ട് ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഞാൻ ഇന്ന് മെസ്സേജ് പറഞ്ഞില്ല, നമ്മൾ ഇരിക്കുക കേട്ടോ. സ്തോത്രം. അടുത്ത ആഴ്ച ഞാൻ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാ ചിന്തിച്ചത്? ഭൗതിക നന്മയുടെ കാര്യം. എന്താ ചിന്തിച്ചത്? ആദ്യം പടക് വിട്ടുകൊടുക്കണം, നമ്മളെ വിട്ടുകൊടുക്കണം. ആ പടകിൽ എന്ത് ചെയ്യണം? ആദ്യം ആരാധനയും മെസ്സേജും പ്രാർത്ഥനയും നടക്കണം. അത് കഴിയുമ്പോൾ യേശു പറഞ്ഞു, ഇനി നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? ആഴത്തിലേക്ക്. ആദി സ്വോത്രം പറ, ആദി ഹല്ലേലൂയ പറ, ആദി അന്യഭാഷ പറ, ആദി കയ്യടിക്ക്, ആദി ആരാധിക്ക്. അത് കഴിയുമ്പോൾ നിന്റെ ഭൗതിക വിഷയം. അല്ലാതെ ആദ്യമേ പത്രോസിന് മീൻ കൊടുത്തില്ല, ആദ്യമേ പത്രോസോട് ആഴത്തിൽ വലയിറക്കാൻ പറഞ്ഞില്ല. ആദ്യമേ പറഞ്ഞത്, പത്രോസേ നിന്റെ പടകും നീയും എന്റെ കൂടെ വാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആദ്യമേ ദൈവമക്കൾ തുതിച്ചാരാധിക്കുക, ശക്തമായി ആരാധിക്കുക. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പില് എല്ലാരും ആരാധിക്കാം. കുട്ടികൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, ഇതിനകത്ത് ഓടരുത്. ഓടിയാൽ എല്ലാത്തിനും ഞാൻ തല്ലും അടിയും തരും കേട്ടോ. ആരും